ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ DB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി വീക്ക് ഓപ്പണിംഗ് ആണ്. ഒപ്പം വൊളാട്ടിലിറ്റിയും എക്സ്പെക്റ്റ് ചെയ്യാം. ഗ്ലോബൽ ഫാക്ടേഴ്സ് ആണ് വൊളാട്ടിലിറ്റിക്ക് മേജർ റീസൺ. അതോടൊപ്പം തന്നെ ഇന്ന് ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റുകൾ ഇന്നലെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. JP മോർഗൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് അമേരിക്കൻ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള വൊളാട്ടിലിറ്റി ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ളത്. JP മോർഗൻ പറയുന്നത് അമേരിക്കൻ എക്കണോമി ഈ വർഷാവസാനത്തോടുകൂടി റിസഷനിലേക്ക് പോകാനുള്ള ചാൻസ് 35% അതിന് 2 ദിവസം മുമ്പ് ഗോൾഡ്മാൻ സാക്സിൻ്റെ റിപ്പോർട്ട് വന്നിരുന്നു റിസഷൻ ചാൻസ് 25% അതിനുശേഷം അവർ തിരുത്തും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നെയാണ് അമേരിക്കൻ മാർക്കറ്റിൽ വൊളാട്ടിലിറ്റി ഉണ്ടാക്കുന്നത്. ഇന്ന് പുറത്തു വരുന്ന വീക്ക്ലി ജോബ്ലെസ് ക്ലെയിം വലിയ രീതിയിൽ ഉയരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അമേരിക്കൻ മാർക്കറ്റിൽ കണ്ടേക്കാം. ഇനി നമ്മൾ യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ബെറ്റർ ക്ലോസിംഗ് ആയിരുന്നു ഇന്നലെ. അതോടൊപ്പം തന്നെ കമോഡിറ്റി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്. ഗോൾഡിനെ സംബന്ധിച്ച് ഇന്ന് മോർണിംഗിലും ട്രേഡ് ചെയ്യുന്ന ഫ്ലാറ്റ് ലെവലിലാണ്. $2,427 പെർ ഔൺസിനാണ് ഡിസംബർ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. മറ്റു കമോഡിറ്റികളെല്ലാം തന്നെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളതും ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇനി ഡൊമസ്റ്റിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ RBI മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഡിസിഷൻ രാവിലെ 10 മണിക്ക് അനൗൺസ് ചെയ്യും. ഇപ്പോൾ റെപ്പോ റേറ്റ് 6.5% അതിൽ മാറ്റം വരുത്തില്ല എന്നുള്ള എക്സ്പെക്റ്റേഷൻ ആണുള്ളത്. അനൗൺസ്മെൻറ്റിന് ശേഷമാണ് എന്തൊക്കെയാണ് RBI ഗവർണർ അനൗൺസ് ചെയ്യാൻ പോകുന്നുള്ള കാര്യം നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ കവച് ഇംപ്ലിമെൻറ്റേഷനുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് റിപ്പോർട്ടാണ് വരുന്നത്. റെയിൽവേ കവച് ഇംപ്ലിമെൻറ്റേഷൻ സ്പീഡപ്പ് ചെയ്യാണ്. ഇപ്പോൾ ഓൾറെഡി ലിസ്റ്റഡ് സ്പേസിലുള്ള SBL പവറും കെർണസ് മൈക്രോസിസ്റ്റ് ആണ് ഈ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അഡാനി എൻ്റർപ്രൈസസ് $1.2 ബില്യൺ സ്റ്റേക്ക് സെയിൽ നടത്താനുള്ള ചാൻസസ് ഉണ്ട്. തീർച്ചയായിട്ടും അഡാനിക്കൊരു പോസിറ്റീവ് ന്യൂസാണിത്. കാരണം ഇതിനു മുമ്പ് അഡാനി ന്യൂ എനർജി സൊല്യൂഷൻസിൻ്റെ സ്റ്റേക്ക് സെല്ലിംഗ് ഉണ്ടായിരുന്നു. 5 times ആണ് ബിഡിങ് ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് ന്യൂസാണ്. ഒപ്പം പവർ ഗ്രിഡ് പവർ ട്രാൻസ്മിഷൻ രംഗത്ത് പല ചേഞ്ചസും കൊണ്ടുവരാനുള്ള ഉദ്ദേശമാണ്. ഇന്ത്യ ഗവൺമെൻറ്റും അത്തരത്തിലുള്ള ചേഞ്ചസ് നടത്താനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് ട്രാൻസ്ഫോർമേഴ്സ് ഉണ്ടാക്കുന്ന കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. GE T&D ആയിരിക്കാം ഇതൊരു മേജർ ബെനിഫിഷ്യറി ആവാൻ പോകുന്നത്. അതുപോലെ സീമെൻസ് ഉണ്ട്, സ്നൈഡർ ഇലക്ട്രിക് ഒക്കെ ഉണ്ട്. ഒപ്പം നമ്മൾ ഇന്നലത്തെ റിസൾട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ പുറത്തു വന്നിട്ടുള്ള Q1 റിസൾട്ടുകൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ സ്ലൈറ്റ്ലി ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആണ്. ദേവയാനി ഇൻ്റർനാഷണൽ ആണ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ട് കാഴ്ചവെച്ചിട്ടുള്ളൊരു കമ്പനി. അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ L&T മൈൻഡറി എക്സൈറ്റ് ഒരു ജർമ്മൻ കമ്പനിയാണ്. ഗ്ലോബൽ IT സർവീസ് പ്രൊവൈഡറായിട്ട് L&T മൈൻഡറിനെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് IPO ക്ലോസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ക്രൈ ഇതുവരെ 0.3 times ആണ് സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുള്ളൂ. ഇന്നത്തെ ട്രേഡിംഗ് അല്ലെങ്കിൽ ബിഡിങ് ക്ലോസ് ചെയ്യുന്നതോടുകൂടി ഫുള്ളി സബ്സ്ക്രൈബ്ഡ് ആവും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. ഒപ്പം ഒല ഇലക്ട്രിക് ഇപ്പോൾ ഗ്രേ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ്. പക്ഷേ ഫസ്റ്റ് ക്രൈ അറൗണ്ട് $30 പ്രീമിയത്തിലാണ് ഗ്രേ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ TVS സപ്ലൈ ചെയിൻ സൊല്യൂഷൻസ് നമ്മുടെ തന്നെ ഒരു ഡെലിവറി പിക്കാണ്. ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റ് താഴെ വരുന്ന അവസരങ്ങളിൽ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങി വയ്ക്കാവുന്ന ഒരു സ്റ്റോക്കാണ് TVS സപ്ലൈ സൊല്യൂഷൻസ്. മറൈൻ ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് NSEയിലുള്ളൊരു കമ്പനിയാണ്. ഡിഫൻസ് റിലേറ്റഡ് അതുപോലെ തന്നെ പവർ ജനറേഷൻ റിലേറ്റഡ് ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് പ്രൊഡക്റ്റുകളും സർവീസും കൊടുക്കുന്ന കമ്പനിയാണ്. UK നിന്നൊരു ഓർഡറും കൂടി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ മറൈൻ ഇലക്ട്രിക്കലിനെ സംബന്ധിച്ചും പോസിറ്റീവാണ്. NSEയിൽ മാത്രമേ ഉള്ളൂ ഈ കമ്പനി. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ആണെന്ന് മാർക്കറ്റിലുള്ളത്. ഗ്ലോബൽ വൊളാട്ടിലിറ്റിക്ക് അനുസരിച്ചുള്ള വൊളാട്ടിലിറ്റിയൊക്കെ നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. വീണ്ടും ഒരു പക്ഷേ നിഫ്റ്റിയും സെൻസസൊക്കെ 2 ദിവസം മുമ്പ് താഴ്ന്ന ലെവലിൽ നിന്ന് താഴേക്കൊക്കെ പോയേക്കാം ഗ്ലോബൽ വൊളാട്ടിലിറ്റി കൊണ്ട്. അപ്പോൾ വൊളാട്ടിലിറ്റി ഉണ്ടായി മാർക്കറ്റ് വളരെ താഴ്ന്ന അവസ്ഥയിൽ വരുമ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങുന്നത് നന്നായിരിക്കും. ഒപ്പം അറ്റ് എവരി റൈസിൽ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു ഡിസിഷൻ നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.